നമസ്കാരം, എൻ്റെ പേര് രഞ്ജുവാർ. ഞാൻ പത്തനംതിട്ട മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ആൻഡ് മാനേജ്മെന്റിലെ ഫാക്കൽറ്റിയാണ്. പാരാമെഡിക്കൽ മേഖലയിലെ ഏറ്റവും ജോലി സാധ്യതയുള്ള കുറേ കോഴ്സുകളുണ്ട്. നമുക്ക് ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് എന്ന് പറയുന്നത്. ഡിപ്ലോമ നേഴ്സിംഗ് അസിസ്റ്റന്റിൽ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നേഴ്സിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡിസീസ്, മെഡിക്കൽ, സർജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെയാണ് നമ്മൾ അതിനകത്ത് ബേസിക് ആയിട്ട് പഠിക്കുന്നത്. അതുപോലെ നിങ്ങളൊരു ഇങ്ങനെ നേഴ്സിംഗ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു കോഴ്സ് തന്നെയാണ്, ഏറ്റവും നല്ലൊരു കോഴ്സ് തന്നെയാണ്, തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സ് മാത്രമല്ല അതിൻ്റെ ഉള്ളത്, BSc, MSc ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഹയർ സ്റ്റഡീസിന് ഓപ്ഷൻസ് ഉണ്ട്. ഈ കോഴ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ ആയിട്ടുള്ള നേഴ്സുമാരെയും ഡോക്ടേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സീനിയർ നേഴ്സുമാരെ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th അല്ലെങ്കിൽ +2 ആണ്. ഡിപ്ലോമ നേഴ്സിംഗ് അസിസ്റ്റന്റിൽ നമ്മൾ 2 വർഷവും ആണ് കോഴ്സ് കാലാവധി എന്ന് പറയുന്നത്. അതിനകത്ത് 1.5 വർഷം തിയറി ക്ലാസ്സും 6 മാസം പ്രാക്ടിക്കൽ ക്ലാസ് ആയിരിക്കും ഉണ്ടാകുക. BSc നേഴ്സിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 4 വർഷത്തെ കോഴ്സ് ആയിരിക്കും ഇത് കാലാവധി എന്ന് പറയുന്നത്. 3.5 വർഷം തിയറി ക്ലാസ്സും 6 മാസം പ്രാക്ടിക്കലും ആയിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ BSc നേഴ്സിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ +2 സയൻസ് ആയിരിക്കണം എടുത്തിരിക്കേണ്ടത്. സയൻസ് സ്ട്രീം എടുത്തവർക്ക് മാത്രമേ BScക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. ഈ കോഴ്സിന്റെ ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ ക്ലിനിക്സ്, NGOസിലും ഒക്കെ നമുക്ക് ജോലി സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എമർജൻസി നേഴ്സായിട്ടും കമ്മ്യൂണിറ്റി നേഴ്സായിട്ടും നേഴ്സിംഗ് ഇൻചാർജ് ആയിട്ടും ഒക്കെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും.